ശരിക്കും ഈ അസെക്ഷൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആൾക്കാരുണ്ടോ? എങ്ങനെ? അതായത് സെക്സിനോട് താല്പര്യം ഇല്ലാതെ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ ലവ് വരുന്നത് തന്നെ എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾക്കൊരു കാമുകിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, ശരിയാണ്, അവളുടെ മനസ്സ് അവളുടെ ശരീരത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനോടുപരി നിങ്ങളുടെ മനസ്സും ആ പെണ്ണിന്റെ മനസ്സും നിങ്ങളുടെ മനസ്സും ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു സെക്സ്വൽ റിലേഷൻ വരികയാണ്. ഇപ്പൊ ദേഹത്ത് തൊടുമ്പോൾ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാവൂലേ? അവൾക്കും അതുപോലെ തന്നെ അവളുടെ ദേഹത്ത് നിങ്ങൾ തൊടുമ്പോഴും നിങ്ങളുടെ ഒരു വിരൽത്തുമ്പ് തൊട്ടാൽ പോലും അവൾക്ക് ഫീലിങ്സ് ഉണ്ടാവും. ഇതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ലൈഫ് മൊത്തം പോകുന്നത്. അല്ലാതെ നമ്മൾ കുറച്ച് ജോലി ഇപ്പൊ രാപകല് നിങ്ങൾ അങ്ങ് ഒരു വർഷം മൊത്തം നിങ്ങളങ്ങ് ജോലി ചെയ്യുക, രാവിലെ തൊട്ട് രാത്രി വൈകിട്ട് വരുന്നു, നിങ്ങൾ കിടന്നുറങ്ങുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര ദിവസം അങ്ങനെ കിടന്നുറങ്ങും? നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് വേണം, എനിക്കിത് എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതി ഉണ്ടാവാത്ത ദിവസങ്ങളുണ്ടോ? ഞാൻ സമൂഹത്തിന് മുമ്പിൽ തുറന്നു ചോദിക്കുന്ന ഏതാണ്. അല്ല, ഇപ്പൊ ഒരു 10-30 വർഷം ഭാര്യയും ഭർത്താവും മാത്രം ജീവിച്ചു വരുമ്പോ ഒരു താല്പര്യമില്ലായ്മ വരില്ലേ? അതിനെയാണ് ഇവർ ഈ അസെക്ഷൽ എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അത് വരുമ്പോഴാണ് ഇപ്പോൾ ഒരു പുരുഷൻ ഇപ്പം ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ തന്നെ, അല്ലെപ്പോട്ടെ ഒരു മിനിറ്റ് പോലും അവർക്ക് അവരുടെ ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല, അവർക്ക് വെള്ളം പോകുന്നു. അപ്പം അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്ത്, എൻ്റെ ഭാര്യയ്ക്ക് വേറൊരാളിൽ നിന്ന് സുഖം കിട്ടിയാൽ ചിലപ്പോൾ എൻ്റെ ജീവിതം നല്ലതായിരിക്കാം. കാര്യം വെച്ചാൽ ഇവളെ ചിലപ്പം അവന് ഭയങ്കര ഇഷ്ടമായിരിക്കും, അവനെ ഇവളെ മറക്കാൻ പറ്റുന്നില്ല, ഇവന് അവളില്ലാത്തൊരു ജീവിതം ഇവന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയാണ് ഈ കപ്പിൾ സ്വാപ്പിംഗ് വരുന്നത്. മനസ്സിലാണോ? അപ്പം ഇവരുടെ പോരായ്മയെ ചില സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നിൽ കൂടുതൽ പങ്കാളികൾ വേണം, അല്ലെങ്കിൽ അവരായിട്ട് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് വെക്കണം, അങ്ങനെയുള്ളവരും ഇതിൽ വരില്ല. അതെന്താന്ന് ചോദിച്ചാൽ ഓരോ ഫാന്റസിയാണ് ഇവരെ അതിലേക്ക് നയിക്കുന്നത്. ഇപ്പം ചിലർക്ക് കെട്ടിയിട്ട് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് കണ്ണ് കെട്ടിയിട്ട് കൈ കെട്ടിയിട്ടിട്ട് ഇവരെ സെക്സ് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് പുറയിലൂടെ ചെയ്യുന്നത്. ചിലപ്പോൾ ചില ഭാര്യമാർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല. ചിലപ്പോൾ ചില ആണുങ്ങൾ അവരുടെ അടുത്ത് വരുമ്പോൾ ഇവരുടെ വിയർപ്പിന്റെ സ്മെല്ല് ചിലപ്പോൾ പെൺപിള്ളേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ചിലപ്പോൾ ചില ആൺപിള്ളേർക്ക് പെണ്ണുങ്ങളുടെ ശരീരഭാഗങ്ങളിൽ വൃത്തിയില്ലെങ്കിൽ അത് ആണുങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലാണ് ഇങ്ങനെയൊക്കെയുള്ള ഈ റിലേഷൻഷിപ്പ് പോകുന്നതും. ഫാന്റസി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ വിചാരിക്കും നമുക്ക് ഇങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ. പക്ഷെ ഒരു തരത്തിൽ ഇതെല്ലാം തെറ്റല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.